ലോഗോസ് ക്വിസ്. റൂത്ത് അധ്യായം 3. വായന. അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നീ ചേർന്നിരുന്ന ബാല്യക്കാരത്തികളുടെ യജമാനനായ ബോവാസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്നു രാത്രി കളത്തിൽ യവം തൂറ്റുന്നു. ആകയാൽ നീ കുളിച്ചു തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നു കുടിച്ചു കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്തു ചെയ്യണമെന്നോ അവൻ നിനക്ക് പറഞ്ഞു തരും. അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. ബോവാസ് തിന്നു കുടിച്ചു ഹൃദയം തെളിഞ്ഞ ശേഷം യവകൂമ്പാരത്തിൻ്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു. അവളും പതുക്കെ ചെന്ന് അവൻ്റെ കാൽമേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞ് തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആർ എന്ന് അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ റൂത്ത്. നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടണമേ. നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരായികയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ആകയാൽ മകളെ, ഭയപ്പെടേണ്ട. നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്. ഈ രാത്രി താമസിക്ക. നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ, യഹോവയാണേ, ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ചു തരും. രാവിലെ വരെ കിടന്നുകൊള്ളുക. അങ്ങനെ അവൾ രാവിലെ വരെ അവൻ്റെ കാൽക്കൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആൾ അറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 ഇടങ്ങഴി യവം അതിൽ അളന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഈ 6 ഇടങ്ങഴി യവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. റൂത്ത് അധ്യായം 3. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? ആര് ആരോട് പറഞ്ഞു? നവോമി റൂത്തിനോട്. ചോദ്യം നമ്പർ 2. നീ ചേർന്നിരിക്കുന്ന ആരുടെ യജമാനനാണ് ബോവാസ്? ബാല്യക്കാരത്തിമാരുടെ. അടുത്ത ചോദ്യം. നീ ചേർന്നിരിക്കുന്ന ബാല്യക്കാരത്തികളുടെ യജമാനായ ബോവാസ് നമ്മുടെ ആരാണെന്നാണ് നവോമി പറയുന്നത്? ചാർച്ചക്കാരൻ. റൂത്ത് ചേർന്നിരിക്കുന്ന ബാല്യക്കാരത്തികളുടെ യജമാനൻ്റെ പേര് ബോവാസ്. ഇന്ന് രാത്രി അവൻ കളത്തിൽ എന്തിനാണ് വരുന്നത്? യവം തൂറ്റുന്നതിന് വേണ്ടി. ബോവാസ് എപ്പോഴാണ് കളത്തിൽ യവം തൂറ്റാൻ വരുന്നത്? ഇന്ന് രാത്രി. അടുത്ത ചോദ്യം. ഇന്ന് രാത്രി കുളി കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ പോവാനായിട്ട്. കുളി കഴിഞ്ഞ് എന്ത് പൂശാനാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? തൈലം പൂശാൻ. എപ്പോൾ വരെ ബോവാസ് റൂത്തിനെ കാണരുതെന്നാണ് നവോമി പറയുന്നത്? അയാൾ തിന്നും കുടിച്ചും കഴിയുന്നത് വരെ. ഉറങ്ങുവാൻ പോകുമ്പോൾ എന്ത് മനസ്സിലാക്കണമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? അവൻ കിടക്കുന്ന സ്ഥലം. രാത്രി എവിടെ കിടക്കാനാണ് നവോമി റൂത്തിനോട് പറയുന്നത്? അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടക്കാൻ. നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ആര്? ബോവാസ്. നവോമി പറയുന്നത് കേട്ട റൂത്ത് എന്താണ് അവളോട് പറഞ്ഞത്? ഉത്തരം. നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന്. ചോദ്യം. റൂത്ത് എവിടെ ചെന്നാണ് നവോമി പറഞ്ഞതുപോലെ ഒക്കെയും ചെയ്തത്?
ഉത്തരം അവൾ കളത്തിൽ ചെന്ന്. എപ്പോഴാണ് ബോവാസിൻ്റെ ഹൃദയം തെളിഞ്ഞത്? ഉത്തരം തിന്നും കുടിച്ച് ഹൃദയം തെളിഞ്ഞു. ചോദ്യം തിന്നും കുടിച്ച് ഹൃദയം തെളിഞ്ഞത് ആരുടെ? ഉത്തരം ബോവാസിൻ്റെ. ചോദ്യം തിന്നും കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം ബോവാസ് എവിടെയാണ് ചെന്ന് കിടന്നത്? ഉത്തരം യവകൂമ്പാരത്തിൻ്റെ ഒരു വശത്ത്. ചോദ്യം ബോവാസ് കിടന്നതിന് ശേഷം രൂത്ത് എന്താണ് ചെയ്തത്? ഉത്തരം അവളും പതുക്കെ ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു. ചോദ്യം എപ്പോഴാണ് ബോവാസ് ഞെട്ടി എഴുന്നേറ്റത്? ഉത്തരം അർദ്ധരാത്രിയിൽ. ചോദ്യം ബോവാസ് അർദ്ധരാത്രിയിൽ ഞെട്ടി എഴുന്നേറ്റപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നതാണ് കണ്ടത്. ചോദ്യം തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട് അവൻ എന്താണ് ചോദിച്ചത്? നീ ആർ എന്ന് ചോദിച്ചു. ചോദ്യം നീ ആർ എന്ന് ബോവാസ് ചോദിച്ചതിന് രൂത്ത് നൽകിയ മറുപടി എന്ത്? ഉത്തരം ഞാൻ നിൻ്റെ ദാസിയായ രൂത്ത്. ചോദ്യം നീ എൻ്റെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് അടിയൻ്റെ മേൽ എന്തിടാനാണ് രൂത്ത് ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം നിൻ്റെ പുതപ്പ്. ചോദ്യം എപ്രകാരമാണ് ബോവാസ് റൂത്തിനെ അനുഗ്രഹിച്ചത്? ഉത്തരം മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ചോദ്യം ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ആരെയാണ് നീ പിന്തുടരാതിരുന്നത് എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം ബാല്യക്കാരെ. ചോദ്യം ഭയപ്പെടേണ്ട, ഞാൻ എന്തൊക്കെ ചെയ്തു തരാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നീ ചോദിക്കുന്നതൊക്കെയും. ചോദ്യം എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും എന്തറിയാമെന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം നീ ഉത്തമയായ സ്ത്രീ എന്ന്. ചോദ്യം നീ ഉത്തമയായ സ്ത്രീ എന്ന് ജനമായ എല്ലാവർക്കും അറിയാം. എവിടെയുള്ള? ഉത്തരം പട്ടണത്തിലുള്ള. ചോദ്യം ഞാൻ ആരാണെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? നിൻ്റെ വീണ്ടെടുപ്പുകാരൻ. ഉത്തരം നിൻ്റെ വീണ്ടെടുപ്പുകാരൻ. ചോദ്യം എന്നേക്കാൾ അടുത്ത മറ്റാര് നിനക്കുണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം എന്നേക്കാൾ അടുത്ത വീണ്ടെടുപ്പുകാരൻ. ചോദ്യം എപ്പോൾ വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം രാവിലെ വരെ. ചോദ്യം റൂത്ത് രാവിലെ വരെ എവിടെ കിടന്നു എന്നാണ് പറയുന്നത്? ഉത്തരം അവൻ്റെ കാൽക്കൽ കിടന്നു എന്ന്. ചോദ്യം എപ്പോഴാണ് രൂത്ത് എഴുന്നേറ്റത്? ഉത്തരം ആളറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു. ചോദ്യം മെതിക്കളത്തിൽ ആര് വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് പറഞ്ഞിരുന്നത്? ഉത്തരം ഒരു സ്ത്രീ. ചോദ്യം യവം കൊടുക്കുന്നതിനായി എന്ത് പിടിക്കാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കാം. ചോദ്യം എന്താണ് അവൾ ധരിച്ചിരുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിച്ചപ്പോൾ ബോവാസ് നൽകിയത്? യവം. ചോദ്യം എത്ര യവമാണ് ബോവാസ് റൂത്തിന് നൽകിയത്? ഉത്തരം 6 ഇടങ്ങഴി. ചോദ്യം റൂത്ത് 6 ഇടങ്ങഴി യവവുമായി ബോവാസിൻ്റെ അടുക്കൽ നിന്ന് എവിടേക്കാണ് പോയത്? ഉത്തരം പട്ടണത്തിലേക്ക്. വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്താണ് റൂത്തിനോട് ചോദിച്ചത്? ഉത്തരം നിൻ്റെ കാര്യം എന്തായി മകളെ എന്ന്. ചോദ്യം ആരുടെ അടുക്കലേക്ക് വെറും കൈയോടെ പോകേണ്ട എന്നാണ് ബോവാസ് പറഞ്ഞതെന്ന് റൂത്ത് പറയുന്നത്? ഉത്തരം അമ്മയുടെ. ചോദ്യം കാര്യം തീരുന്നത് വരെ ബോവാസ് എന്ത് ചെയ്യില്ല എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം സ്വസ്ഥമായിരിക്കുകയില്ല എന്ന്.
താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.